എന്തായി കാട്ടിയത്? ഞാൻ ഭയന്നുപോയി. രാധ വരുന്നതും കത്ത് മറിഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ എന്നെ കണ്ടാ വഴിമാറി പോകാനും തുടങ്ങി. ഞാൻ എത്ര വേദനിക്കുന്നു അറിയോ? എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പറയുന്നത്? അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഗുപ്തന്. നോക്കൂ, എല്ലാരും രാധയെ സ്നേഹിക്കുന്നത് ധനമോഹം കൊണ്ട് മാത്രാണ്. ഞാൻ അങ്ങനെയല്ല. അമ്മാമയോട് രാധ തന്നെ നമ്മുടെ കാര്യം ഒന്ന് പറയണം. ഞാൻ പോണു. രാധേ, നിൽക്കൂ. ഒരു കലാകാരൻ എന്നുള്ള പരിഗണന എങ്കിലും എനിക്ക് തന്നൂടെ? ഞാൻ പാടും, ആടും, കവിതയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരേ ഒരു അനന്തരവൻ ഞാൻ മാത്രാണ്. എങ്കിലൊന്ന് പാടി കേൾപ്പിക്കൂ തമ്പുരാൻ, എനിക്കൊന്ന് കേൾക്കാലോ. തന്നെ ഇപ്പൊ ആരാ ഇങ്ങനെ ക്ഷണിച്ചേ? എന്താ ഇത്? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? താൻ തന്റെ പാട്ടിന് പോണ്ടോ? ശല്യം. രാധേ, രാധേ. അതെ, ഓക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ ഓളുടെ പുറകെ നടക്കണേ? താൻ എന്നോട് മിണ്ടരുത്. രാധയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാണ്ടാക്കിയാൽ പ്രധാനി താനാ. ഒരു വലിയ കലാകാരനാണെന്ന ഭാവമുണ്ട് തനിക്ക്. സ്വരം നന്നാണെന്ന് വെച്ച് വലിയ സംഗീതജ്ഞനാവണമെന്നില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും, ഓർത്തോ കൊരങ്ങൻ. കണ്ടാലും അങ്ങനെ തോന്നുന്നുണ്ട് ട്ടാ.